ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ശീതളിനെ കൊന്ന് ജയിലിൽ പോയ ഊർമിളാദേവി 5 വർഷത്തിനു ശേഷം ജയിൽ മോചിതയാകുന്നു. ഊർമിളയെ തകർക്കാൻ കുരുട്ടുബുദ്ധിയുമായി മായാവതി വേലകൾ തുടങ്ങുന്നു. തിരികെ ദേശായി വീട്ടിലെത്തിയ ഊർമിള ദേശായി വീടിന്റെ അഭിമാനം താൻ നശിപ്പിച്ചതിനാൽ ഇനി മുതൽ തന്റെ അമ്മയോടൊപ്പം കഴിയാനും ദേശായി വീട് വിട്ട് ഇറങ്ങാനും തീരുമാനിക്കുന്നു. പക്ഷേ മഹതി മുത്തശ്ശി ഊർമിള ഈ വീടിന്റെ അഭിമാനമാണെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നു. തുടർന്ന് കാണുക. ഊർമിളാദേവി അന്നേരം മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. അമ്മേ. ശേഷം ഊർമിളാദേവി നേരെ പോയത് അർജുൻ്റെയും അമൃതയുടെയും റൂമിലേക്കായിരുന്നു. റൂമിൽ സുകന്യമോളും അഭിമോനും കളിക്കുകയായിരുന്നു. ഊർമിള ഓടിപ്പോയി സുകന്യമോളെ കൈകളിൽ വാരിയെടുത്തു. തുരുതുര ഉമ്മകൾ കൊടുത്തുകൊണ്ട് ഊർമിള പറഞ്ഞു, മോളെ, അച്ഛമ്മ വന്നു. അച്ഛമ്മ എൻ്റെ ഈ പൊന്നു മോക്ക് വേണ്ടിയാ ഇത്രയും സഹിച്ചത്, ഇതെല്ലാം സഹിച്ചത്. അന്നേരം സുകന്യമോൾ ഊർമിളയുടെ മുഖത്ത് ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു, അച്ഛമ്മ വന്നോ? അപ്പോൾ ഊർമിള പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ മോളെ, അച്ഛമ്മേന്ന് വിളിക്ക്. ശേഷം അബിക്കുട്ടനെയും വാരിയെടുത്ത് ഊർമിളാദേവി കൊഞ്ചിക്കുന്നുണ്ടായിരുന്നു. അതേസമയം മായാവതി താഴത്തെ നിലയിൽ നിന്ന് വർഷയുടെ റൂമിലേക്ക് പോയി. വർഷ അന്നേരം ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. മായാവതി അങ്ങോട്ട് വരുന്നത് കണ്ടതും വർഷ മുഖം തിരിഞ്ഞു നിന്നു. അന്നേരം മായാവതി ചോദിച്ചു, എന്താടി നീ എന്നെ കണ്ടപ്പോ മുഖം തിരിച്ചത്? പുച്ഛത്തോടെ വർഷ അന്നേരം മായാവതിയെ നോക്കി. അമ്മേ, വർഷങ്ങൾ എത്രയായി? അമ്മയ്ക്ക് ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് ഫോൺ വിളിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിലും അമ്മ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഇളയമ്മ പോയതോടെ അമ്മയ്ക്ക് പിന്നെ യുദ്ധം ചെയ്യാൻ ആരുമില്ലാതെയായല്ലോ. ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി അമ്മേ. അന്നേരം മായാവതി പറഞ്ഞു, അത് പിന്നെ മോളെ, നീ എന്താ ഈ പറയണത്? എന്ത് മനസ്സിലായെന്നാ ഈ പറയുന്നേ? അപ്പോൾ വർഷ പറഞ്ഞു, അമ്മയ്ക്ക് ഞാനെന്ന മോളോടുള്ള സ്നേഹത്തെക്കാൾ വലുതായിരുന്നു ഇളയമ്മയോടുള്ള പക. എന്താ ശരിയല്ലേ? അന്നേരം മായാവതി പറഞ്ഞു, അത് മോളെ ഞാൻ... വേണ്ട അമ്മേ, കള്ളങ്ങളൊന്നും പറഞ്ഞ് ഇനിയും സ്വയം ബുദ്ധിമുട്ടണ്ട. അമ്മ കുശുമ്പും കുഞ്ഞായ്മയും പറയാൻ മാത്രമേ എന്നെ വിളിക്കുള്ളൂ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. സ്വന്തം മോളായിട്ട് പോലും ഒരു ദിവസമെങ്കിലും എന്നെ ഒന്ന് കാണാനോ ഒന്ന് ഫോൺ വിളിച്ച് സുഖവിവരം ചോദിക്കാനോ അമ്മയ്ക്ക് തോന്നിയോ? അമ്മയോട് ഞാൻ ഏഷണിയും പരദൂഷണവും പറയാനായി ഇങ്ങോട്ട് വരരുതെന്നും എന്നെ ഫോൺ വിളിക്കരുതെന്നുമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മറ്റെന്ത് കാര്യത്തിനായാലും അമ്മയ്ക്ക് എന്നെ വിളിക്കാമായിരുന്നല്ലോ, ഇവിടേക്ക് വരാമായിരുന്നല്ലോ. അന്നേരം മായാവതി ഇടയ്ക്ക് കയറി പറഞ്ഞു, മോളെ വർഷേ, നീ അധികം അങ്ങ് പറയല്ലേ. കഷ്ടപ്പാടിൻ്റെ ഈ 5 വർഷങ്ങളിൽ ഒരു ദിവസമെങ്കിലും നീ എന്നെ വിളിച്ച് വിശേഷം തിരക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കൊറോണ പിടിച്ച് ഞാൻ ചത്തോ ഉണ്ടോന്ന് നീ തിരക്കിയോ? നിനക്കും വിളിക്കാമായിരുന്നില്ലേ എന്നെ? അന്നേരം അഭിഷേക് അങ്ങോട്ട് വന്നു. ആൻറ്റി, വർഷയോട് ഞാനാ പറഞ്ഞത് ആൻറ്റിയെ വിളിക്കരുതെന്ന്. അതിൻ്റെ കാരണം കൂടി എന്താണെന്ന് ആൻറ്റി അറിയണം. ഇളയമ്മ കൂടി ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആൻറ്റിയെ വർഷ വിളിക്കുന്നത് അപകടമാണ്. ഈ വീട് 2 വഴിയായിരിക്കും ആൻറ്റി ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഇളയമ്മ ജയിലിൽ നിന്ന് തിരിച്ചെത്തുന്നത് വരെയെങ്കിലും സ്വന്തം അമ്മയായ നിങ്ങളെ ഫോൺ വിളിക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്യരുതെന്ന് വർഷയെ എൻ്റെ തലയിൽ തൊടിയിച്ച് സത്യം ചെയ്യിപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ടാണ് നിങ്ങളെ വർഷ വിളിക്കാതിരുന്നത്. അന്നേരം മായാവതി പറഞ്ഞു, കൊള്ളാം മരുമോനെ നീ. ഇത്രയും പറഞ്ഞ് മായാവതി റൂമിൽ നിന്നും പോയി. അന്നേരം അഭിഷേക് പറഞ്ഞു, വർഷേ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു നിന്റെ അമ്മയെ ഫോൺ വിളിക്കരുതെന്ന്. അതിൻ്റെ കാരണം നിനക്കറിയാലോ. ഇളയമ്മ കൂടി ഇവിടെ ഇല്ലാതെ നീ അവരെ ഫോൺ വിളിച്ചാൽ നമ്മുടെ ഈ ദേശായി വീട് അവർ വെട്ടിക്കീറും. പക്ഷേ ഇനിയും നിന്നോട് നിന്റെ അമ്മയെ വിളിക്കരുതെന്നും കാണരുതെന്നും ഞാൻ പറയില്ല. കാരണം എന്തൊക്കെ അവർ ചെയ്താലും ശരി തന്നെ, മായാവതി ആൻറ്റി നിന്നെ പ്രസവിച്ച അമ്മയാണ്. പക്ഷെ നീ ഒരിക്കലും ആ പഴയ വർഷ ആകരുത്. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അന്നേരം വർഷ പറഞ്ഞു, ഇല്ല അഭിഷേക്,
ഞാൻ ഒരിക്കലും ആ പഴയ വർഷയാകില്ല. സ്വസ്ഥതയും സമാധാനത്തോടും കൂടി എനിക്ക് ഈ വീട്ടിൽ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിക്കണം. വർഷ ഇത്രയും പറഞ്ഞ് അഭിഷേകിന്റെ നെഞ്ചിൽ ചാരി നിന്നു. കുറച്ച് മണിക്കൂറുകൾക്കപ്പുറം ദേശായി കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഒരു കുടുംബസഭ കൂടി. എന്താ അമ്മേ പെട്ടെന്ന് ഒരു കുടുംബസഭ കൂടിയത്? ദേവരാജൻ ചോദിച്ചു. അന്നേരം മുത്തശ്ശി പറഞ്ഞു, എല്ലാവരെയും കുടുംബസഭയിൽ വിളിച്ചു കൂട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. എന്താ അമ്മേ? ജയപാലം ചോദിച്ചു. പറയാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ ദേശായി കുടുംബത്തിൻ്റെ നിലവിലെ കാരണവത്തി ഞാനാണ്. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ അന്തിമ തീരുമാനങ്ങളും എടുത്തിരുന്നത് ഞാനാണ്. പക്ഷേ എനിക്കിപ്പോൾ പ്രായം ഇത്രയോ ആയി. ഇനിയും എനിക്ക് ഈ ദേശായി വീടിൻ്റെ കാരണവത്തിയായി ഇരിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യം. അതുകൊണ്ട് ഈ ദേശായി വീടിൻ്റെ പുതിയ കാരണവത്തിയായി എൻ്റെ 2 മരുമക്കളിൽ നിന്ന് ഒരാളെ നിയമിക്കുകയാണ്. അയാളായിരിക്കും ഇനി ഈ ദേശായി വീടിൻ്റെ അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്. അന്നേരം എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. എന്താ അമ്മ ഇത്? അതൊന്നും വേണ്ട, അമ്മ തന്നെ മതി. അന്നേരം മഹതി മുത്തശ്ശി പറഞ്ഞു. എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആരാണ് പുതിയ കാരണവത്തി എന്നുള്ള കാര്യം ഞാൻ നാളെ രാവിലെ കുടുംബസഭയിൽ സംസാരിക്കും. മായാവതി, നിങ്ങളും ഇവിടെ ഉണ്ടാവണം. ഇത് ദേശായി വീടിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇത്രയും പറഞ്ഞ് മഹതി മുത്തശ്ശി കസേരയിൽ നിന്നും എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം കുടുംബസഭ കഴിഞ്ഞതും എല്ലാവരും വളരെ ആശങ്കയോടെ നിൽക്കുകയാണ്. ആരായിരിക്കും ദേശായി വീടിൻ്റെ പുതിയ കാരണവത്തി? രാത്രിയായി. ഊർമിള ബാൽക്കണിയിൽ നിന്നും ദൂരത്തുള്ള വയലിലേക്ക് നോക്കി നിൽക്കുകയാണ്. അന്നേരം ജയപാൽ അങ്ങോട്ട് വന്നു. ഊർമിളെ, താൻ എന്താടോ ഈ നോക്കി നിൽക്കുന്നേ? അന്നേരം ഊർമിള ഒരു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വർഷങ്ങൾ എത്രയായി ജയേട്ടാ ഞാനിങ്ങനെ ഈ വയലോരം നോക്കി നിന്നിട്ട്. ശരിക്കും ഈ ബാൽക്കണി ഇവിടെ തനിച്ച് നിന്നായിരുന്നില്ലേ ഞാൻ എൻ്റെ സങ്കടങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കാൻ പഠിച്ചത്? എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. അന്നേരം ജയപാൽ ചോദിച്ചു. എടോ, താൻ ഇനിയും മാറിയില്ലേ? താൻ എൻ്റെ ആ പഴയ ഊർമിളയാകണം. പട്ടുസാരിയിൽ അണിഞ്ഞൊരുങ്ങിയ, കഴുത്തിൽ ആഭരണങ്ങൾ ധരിച്ച, നെറ്റിയിൽ നീളനെയുള്ള പൊട്ടുകുത്തിയ ഊർമിളയാകണം താൻ. അത് തന്നെയാ തനിക്ക് ഭംഗി. ഊർമിള അന്നേരം ഒന്ന് പുഞ്ചിരിച്ചു. ഇനി കഴിയുമോ ജയേട്ടാ എനിക്ക് അതിനൊക്കെ? മനസ്സ് അപ്പാടെ തകർന്നു പോയിരിക്കുന്നു. ജയപാൽ പറഞ്ഞു. കഴിയും, തനിക്ക് കഴിയും ആ പഴയ ഊർമിളയാകാൻ. മാത്രമല്ല താൻ നമ്മുടെ കമ്പനിയിൽ പഴയതുപോലെ സജീവമാകണം. അന്നേരം ഊർമിള പറഞ്ഞു. അതിന് ഇപ്പോൾ കമ്പനിയിൽ എല്ലാ പൊസിഷനിലും ആളുണ്ടല്ലോ. അർജുനുണ്ട്, ദേവേട്ടനുണ്ട്, അഭിഷേകുമുണ്ട്. പിന്നെ ഇപ്പോൾ ജയേട്ടനുമില്ലേ ഞാൻ മുമ്പിരുന്ന സ്ഥാനത്ത്. അന്നേരം ജയപാൽ പറഞ്ഞു. അതെല്ലാം നാളെ അമ്മ പറയും. കുടുംബസഭ കൂടുമ്പോൾ താൻ അതെല്ലാം അനുസരിച്ചാൽ മതി. ഇത്രയും പറഞ്ഞ് ജയപാൽ നേരെ ബെഡ്റൂമിലേക്ക് പോയി. ഇതേ സമയം മായാവതി വർഷയുടെ അടുത്തെത്തി. എടി മോളെ, എന്നാലും നാളെ ആരായിരിക്കും ദേശായി വീടിൻ്റെ പുതിയ കാരണവത്തിയാവാൻ പോകുന്നത്? പെട്ടെന്ന് വർഷ അതിന് മറുപടി പറഞ്ഞു. തുടങ്ങിയോ CBI പണി? അല്ലടി മോളെ, മഹതിക്കിഴവി നാളെ ആർക്കായിരിക്കും ആ കാരണവത്തി സ്ഥാനം കൊടുക്കുന്നത്? മധുമതിക്കായിരിക്കുമോ? അതോ ഇനി ആ ഊർമിളക്കെങ്ങാനും കൊടുക്കുമോ? അന്നേരം വർഷ പറഞ്ഞു. ആർക്ക് കൊടുത്താലും അമ്മയ്ക്കെന്താ? ഇത് ദേശായി വീട്ടിലെ കാര്യമല്ലേ, അമ്മയെ ഇതൊന്നും ബാധിക്കുന്നതേ ഇല്ലല്ലോ. അന്നേരം മായാവതി വർഷയുടെ തലയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അതേടി, എന്നെ ബാധിക്കില്ല. പക്ഷേ അത് നിന്നെ നല്ലോണം ബാധിക്കും. നിനക്ക് ബാധിക്കും. നാളെ ആ കാരണവത്തി സ്ഥാനം കിട്ടുന്നത് ഊർമിളക്കാണെങ്കിൽ പിന്നെ നിന്റെ കാര്യം കട്ടപ്പുകയാ വർഷേ. ഇത്രയും നേരം മായാവതിയെ വർഷ കളിയാക്കി നിന്നെങ്കിലും അന്നേരം വർഷ പെട്ടെന്ന് മായാവതിയുടെ വാക്കുകളിൽ കുഴഞ്ഞുപോയി. അത് അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഹെടി ബുദ്ധൂസേ, ഞാൻ പറഞ്ഞു തരാം. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ ഈ മായാവതി ഇങ്ങോട്ട് വന്നത്. വർഷേ,
മോളെ, നിന്നെ എന്നും ഒരു നല്ല രീതിയിൽ എത്തിക്കാൻ മാത്രമാണ് ഞാൻ ഈ വേലയെല്ലാം കാണിക്കുന്നത്. പക്ഷേ നീ എൻ്റെ കൂടെ നിൽക്കണം. ഇതിൽ ഒരു ഉഡായിപ്പും ഇല്ല. എന്ത് പറയുന്നു? അന്നേരം വർഷ പറഞ്ഞു, അമ്മ കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ? മായാവതി തുടർന്നു, നീ എൻ്റെ കൂടെ നിൽക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ നാളെ മഹതിക്കിളവി കാരണവത്തിയാക്കുന്നത് നിന്നെ ആയിരിക്കും. കാണണോ നിനക്ക്? പിന്നെ ഈ ദേശായി വീട് നീ ഭരിക്കും. പെട്ടെന്ന് വർഷ മായാവതിയുടെ വാക്കുകളിൽ മതിമറന്നു. അന്നേരം മായാവതി ചോദിച്ചു, കൂടെ നിൽക്കുമോ ഇല്ലയോ? ഇത്രയും പറഞ്ഞുകൊണ്ട് മായാവതി വർഷയുടെ നേരെ കൈ നീട്ടി. വർഷ ഒരു നിമിഷം ചിന്തിക്കാതെ ആ കൈയിൽ പിടിച്ചോണ്ട് പറഞ്ഞു, ഉണ്ടമ്മേ, ഞാൻ കൂടെയുണ്ട്. അമ്മ പ്ലാൻ പറ. അമ്മയെ ആ പഴയ അമ്മയാക്കി മാറ്റിയെടുക്കണം. ആ ഊർമിള, അവൾ ഇനിയും അനുഭവിക്കണം. പക്ഷേ ഇന്ന് ഈ അർജുന്റെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ അമൃതയ്ക്ക് പറ്റുമായിരിക്കും. ഈ ദേശായി വീട് നോക്കി നടത്താൻ കഴിവുള്ള വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ അത് ഈ വർഷ എന്ന ഞാൻ മാത്രമാണ്. എന്നെ എപ്പോഴും നുള്ളുകയും പിച്ചുകയും ചെയ്യും അച്ഛമ്മ. മായാവതി, എന്നെ തളയ്ക്കാനല്ലേ നിങ്ങളിപ്പോ ഇത്രയും വർഷം കഴിഞ്ഞ് വീണ്ടും ഇന്ന് ഇങ്ങോട്ട് വന്നത്?